നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ വിവാദങ്ങൾക്കുമെല്ലാം തുടക്കമാകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ പോലുള്ള 145 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യം, ആ രാജ്യത്ത് ഓരോ വിഷയങ്ങളും ഭരണകൂടം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഭരണകൂടം വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാൽ അത്തരം ചർച്ചകൾ, ജനാധിപത്യപരമായി ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയണം. ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്താണെങ്കിലും അതിന് പുറത്താണെങ്കിലും ഇത്തരം ജനാധിപത്യ ചർച്ചകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ മുന്നിലെല്ലാം അതുണ്ട്. E20 പെട്രോൾ അല്ലെങ്കിൽ എഥനോൾ കലർത്തിയ പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ ചർച്ചകളും വിവാദങ്ങളുമെല്ലാം നമ്മുടെ രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ഉപജീവനം നടത്തുന്നത്. അപ്പോൾ അതുതന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ടാണ് വലിയ കർഷക സമരങ്ങൾ, കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കരിനിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നത്. അപ്പോൾ കാർഷിക മേഖലയെ ബാധിക്കുന്ന ഏതൊരു തീരുമാനം കൈക്കൊള്ളുമ്പോഴും ഭരണകൂടം അതിനകത്ത് വളരെ ഗൗരവമായ ചർച്ചകൾ നടത്തണം എന്നുള്ളതാണ് നമ്മളെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ബോധ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനൊരു ചർച്ച നടക്കുന്നില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിഞ്ഞത് ഈ വിവാദം ഉണ്ടാകുന്ന സമയത്തല്ല, ഇതിനു മുമ്പ് രാജ്യത്തിൻ്റെ സമീപകാല സമരങ്ങളും ചരിത്രവുമെല്ലാം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ E20 പെട്രോള് ഒരു പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആദ്യം ഇന്ത്യ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 2001 എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അന്ന് 5%, പിന്നീട് അത് 8%, E12 അങ്ങനെ E50 ഇപ്പോൾ ഏറ്റവും ഒടുവിൽ E20 നേരിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഘട്ടം ഘട്ടമായി E20 പെട്രോളിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ അത് വളരെ വേഗത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ E20 പെട്രോൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാഹനങ്ങൾക്ക് നിരന്തരമായ കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. മിക്കവാറും വാഹനങ്ങൾ മിസ്സിങ് കാണിക്കുന്നു, കാർബറേറ്റുകൾ മാറേണ്ടി വരുന്നു. തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രയാസങ്ങൾ ഇന്ന് വാഹന ഉടമകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സ്വാഭാവികമായും ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ എഥനോൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കുവാൻ കഴിയുന്ന വാഹനങ്ങളായി നമ്മുടെ വാഹനങ്ങൾ രൂപാന്തരപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചൊരു ചർച്ചകളും നടക്കാതെ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എഥനോൾ കലർത്തിയ പെട്രോൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും വിവാദങ്ങളുമെല്ലാം ലോകത്തെല്ലായിടത്തും ഉയർന്നു വരികയാണ്. അപ്പോൾ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളിലൂടെ മാത്രം നമുക്ക് ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ സോളാർ എനർജിയും അതുപോലെ തന്നെ കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നെല്ലാം വൈദ്യുതിയും ഊർജ്ജവുമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുകയും ആ മാർഗങ്ങളിലേക്ക് തിരിയണം എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ എഥനോൾ കലർത്തിയ പെട്രോൾ, 20% എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ത്യയിലെ വിപണിയിൽ ഇറക്കുമ്പോൾ, ഇപ്പോൾ മറ്റ് പെട്രോളിൻ്റെയും ഡീസലിനേക്കാളും ഉൽപ്പാദന ചെലവ് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉപഭോക്താവിന് അതിൻ്റെ ലാഭം ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം സാധാരണ വാങ്ങുന്ന പെട്രോളിൻ്റെ വില തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് യാതൊരു പ്രയോജനവുമില്ലാതെ ഇതിൻ്റെ നിർമ്മാണ കമ്പനികൾക്ക് മാത്രം, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി, അല്ലെങ്കിൽ മൂലധന ശക്തികൾക്ക് മാത്രമായി ഇതിൻ്റെ ലാഭവിഹിതം പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണക്കാർ ഇത് വാങ്ങി ഉപയോഗിക്കുകയും അവരുടെ വാഹനങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാകുകയും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടുത്തെ വാഹന ഉടമകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഉടമകൾ പറഞ്ഞത് കാർബറേറ്റുകൾ വ്യാപകമായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. വ്യാപകമായി അതുമൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇതിൻ്റെ ഒരു സാങ്കേതിക വശം, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡുണ്ട്, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമുണ്ട്, ഒരു പൊളിറ്റിക്കൽ സൈഡുമുണ്ട്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇത് എഥനോൾ കലർത്തിയ പെട്രോളിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കാർഷിക വിളകളാണ്. ഏറ്റവും കൂടുതലായി കരിമ്പ്, ചോളവും ബാർലിയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇതിന്
ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കരിമ്പ് കൃഷി നമ്മുടെ രാജ്യത്ത് വ്യാപകമാണ്. പക്ഷേ കരിമ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ട ഒന്നാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മാത്രമല്ല ഇതിൻ്റെ റിഫൈനറികൾ, ഈ എഥനോൾ പെട്രോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ റിഫൈനറികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ, കാരണം പരിസ്ഥിതി വകുപ്പ് തന്നെ റെഡ് കാറ്റഗറിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഇതിൻ്റെ ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായി കൂടുതൽ ജലം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യയെ പോലൊരു രാജ്യത്ത്, ജലക്ഷാമമുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു പെട്രോളിൻ്റെ, എഥനോളിൻ്റെ കലർന്ന പെട്രോളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിഫൈനറികൾ വരുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഒരു പഠനം നടത്തണം. അതാണ് ഞാൻ തുടക്കത്തിൽ മുതൽ പറയുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് പോലും ഇത്രയും ഗൗരവമായൊരു വിഷയം ചർച്ച ചെയ്യുവാനോ അത് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനോ ഭരണകൂടം തയ്യാറാകാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം സൂചിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിപ്പോൾ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമെല്ലാം നേതൃത്വം കൊടുക്കുന്നു നിതിൻ ഗഡ്കരി, ഉപരിതല ജലഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരാണ് പ്രധാനമായും ഇതിൻ്റെ റിഫൈനറികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിഖിൽ ഗഡ്കരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായ വലിയ വർധനവ്, ഓഹരികളിലും ഷെയറുകളിലെല്ലാം ഉണ്ടായ വലിയ വർധനവ് എന്ന് പറയുന്നത് നമ്മളെല്ലാം അതിശയിപ്പിക്കുന്നതാണ്. ഇപ്പോൾ 2026 ജനുവരി മാസം മുതൽ ഈ മെയ് മാസം വരെയുള്ള അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ 140% അദ്ദേഹത്തിൻ്റെ ഓഹരികളുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പഞ്ചസാര മില്ലുകളുമായി ഏറ്റവും കൂടുതൽ എഗ്രിമെൻറ്റ് വെച്ചതും നിതിൻ ഗഡ്കരിയുടെ മകനായിട്ടുള്ള നിഖിൽ ഗഡ്കരി ഡയറക്ടറായിട്ടുള്ള സിയാൻ ആഗ്രോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചർച്ച നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയാണ്, പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഭരണകൂടം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ജനങ്ങളെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുന്ന ഒരു പരിഷ്കാരത്തിലേക്ക് മാറുകയാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഒരു രാജ്യം എന്ന നിലയിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ NFSA ആക്ട് നടപ്പിലാക്കിയതിന് ശേഷം നമുക്കറിയാം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം അരിയുടെയും അതുപോലെ തന്നെ മണ്ണെണ്ണ പൂർണ്ണമായും വെട്ടി ചുരുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഗോതമ്പും മറ്റ് ധാന്യ വസ്തുക്കളെല്ലാം വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ഭക്ഷ്യക്ഷാമം നേരിടുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായ പട്ടിണിയുള്ള ഒരു രാജ്യമായി ഇന്ത്യ ഇന്ന് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ധന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും ഭക്ഷ്യക്ഷാമം കൂട്ടുകയും അത് സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയ തോതിൽ അവരുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അരിയുടെയും ഗോതമ്പിൻ്റെയും എല്ലാം വില ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ആധികാരികമായ ഒരു പഠനം നടത്തി വേണം ഈ നയം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ. അതല്ലാതെ ഒരു പഠനവും നടത്താതെ ഇങ്ങനെ ഒരു പെട്രോളിൻ്റെ, എഥനോൾ കലർത്തിയ പെട്രോളിൻ്റെ ഉൽപ്പാദനവും വിതരണവും എല്ലാം നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത് നമുക്കറിയാം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിർണ്ണയ അധികാരം എണ്ണ കമ്പനികളുടെ കൺസോർഷ്യത്തെ ഏൽപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കുത്തകകളും രാജ്യത്തെ കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഉടമകളായിട്ടുള്ളവരോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ ഒരു ഭക്ഷ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു ഗൗരവമായ വിഷയമായിട്ട് കൂടി, ഇന്ത്യയുടെ കാർഷിക മേഖലയെ ബാധിക്കുന്ന ഒരു ഗൗരവമായ വിഷയമായിട്ട് കൂടി സർക്കാർ അതിനകത്ത് സ്വീകരിക്കുന്ന ഒരു അലംഭാവം, രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നയസമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരായി വലിയ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയാണ്. അപ്പോൾ ഇത്തരം വലിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും രാജ്യത്തെ വാഹന ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു പഠനവും നടത്താതെ E20 പെട്രോള് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ബ്രസീലാണ് ഏറ്റവും കൂടുതലായി എഥനോൾ കലർത്തിയ പെട്രോൾ, അവർ 100% ആ രംഗത്ത് നേട്ടം കൈവരിച്ച ഒരു രാജ്യമാണ്. പിന്നെ അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി എഥനോൾ കലർത്തിയ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി നമുക്ക് കുറക്കാൻ കഴിയും എന്നുള്ള വാദങ്ങളെല്ലാം ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് പെട്രോളിൻ്റെ വില, എഥനോൾ കടത്തിയ പെട്രോള് സാധാരണ വിപണിയിലെത്തുമ്പോഴും സാധാരണ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പെട്രോളിൻ്റെ വില തന്നെ കൊടുക്കുമ്പോൾ ആർക്കാണ് ഇതിൻ്റെ ലാഭം എന്നുള്ളത്. അപ്പോൾ എഥനോൾ കടത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നതിലൂടെ വാഹനങ്ങൾക്കും മറ്റുമുണ്ടാകുന്ന കേടുപാടുകളും കഷ്ടനഷ്ടങ്ങളുമെല്ലാം ജനങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഇതിൻ്റെ ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന അമിതമായ ലാഭം അത് കോർപ്പറേറ്റുകളുടെ കീശകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂവൽ എൻജിനുകൾ ആക്കിയതിന് ശേഷം അവർ കുറേ കൂടി വാഹനങ്ങൾ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അവിടെ ഘട്ടം ഘട്ടമായി എഥനോൾ കലർത്തിയ, അല്ലെങ്കിൽ E20 പെട്രോളിൻ്റെ, അല്ലെങ്കിൽ E20 27 25 ഏതാണ് എന്നുള്ളത് ഓരോ കാറ്റഗറിയാണ്. ആ കാറ്റഗറി അനുസരിച്ച് വാഹനങ്ങൾ രൂപാന്തരപ്പെടുത്തിയതിന് ശേഷമാണ് ആ രാജ്യങ്ങളിലെല്ലാം അതിലേക്ക് മാറിയത്. അപ്പോൾ വളരെ വലിയ പരീക്ഷണങ്ങൾ, വളരെ വലിയ നിരീക്ഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷമാണ് ആ രാജ്യങ്ങളെല്ലാം മാറിയത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാൽ 145 കോടി ജനങ്ങൾ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നായി ഇന്ത്യ, കാർഷിക മേഖലയെ കൊണ്ട് ഉപജീവനം നടത്തുന്ന നമ്മുടെ രാജ്യം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഈ E20 പെട്രോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ യാതൊരു പഠനവും നടത്താതെ ജനങ്ങളുടെ മേൽ ഇതിൻ്റെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയും കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. ഇത് തീർച്ചയായും ചെറുക്കപ്പെടേണ്ടതാണ്. ഊർജ്ജ സ്രോതസ്സുകൾ അതിനൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് വളരെ ശാസ്ത്രീയമായി കണ്ടെത്തുകയും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.